Hello everyone, welcome to Superstar Junior, co-presented by Nandaram Sanitaries. Superstar Junior. Superstar Junior. So നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, സുജാത ചേച്ചി, രമ്യ ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ and നമ്മുടെ സ്റ്റാർ Star ഓർക്കസ്ട്ര Orchestra. പുലികൾ. അതെന്താ അവിടെ അഞ്ജലി വല്ല നോട്ട് ചെയ്തു. എന്താണ് ചേഞ്ച്? എന്താണ് അവിടെ ചേഞ്ച്? അത് കഴിഞ്ഞ ദിവസം വെയിറ്റ് ഞാൻ പറയാം. രമ്യക്ക് കുറച്ചുകൂടി ഗ്ലാമർ കൂടിയപ്പോൾ സുജാത ചേച്ചി രമ്യനെ അപ്പുറത്ത് ഇരുത്തി. ഓഹോ, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമല്ല. സൗന്ദര്യം ഈസ് ശാപം. അതെ, ലൈക്ക് മീ Like me. Not like you, like me. Okay. നിങ്ങൾ എല്ലാവരും എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ നമ്മൾക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. Sincere അല്ലെന്ന് ഇൻഡയറക്ട്ലി പറഞ്ഞു. അല്ല, നമ്മളുടെ കാര്യം സിൻസിയർ എന്ന് പറഞ്ഞു. ഓ ക്യാറ്റ്, ഫുൾ കൺഫ്യൂഷൻസ് ആണ്. പക്ഷേ ശരിക്കും എന്തായിന്നറിയോ, കാലേ കയറി ചവിട്ടി. അവസാനം എടുത്ത് ചീത്ത പറഞ്ഞു. ഇന്നും ആരുടെ കാര്യം ചവിട്ടിന്ന് നീ പറയുന്നത്? ആരായിരിക്കും? അയ്യോ, ഇറ്റ്സ് വെരി ബാഡ്. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, രമ്യയോടാണ് പറയാനുള്ളത്. അഡ്വൈസ് ആണ്, ഇന്നലെ പോലെ തന്നെ ഇന്നും അത് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ബി വെയർ. ബ്രദർഹുഡ് മറക്കരുത്. മറന്നു കളിച്ചാൽ വേറെ ബ്രദർസ് ചവിട്ടും. നിന്നെ ഞാൻ മുതലക്കിട്ട് കൊടുക്കും. നോ. ശരി, അപ്പൊ എന്തായാലും ഹാർട്ടി വെൽക്കം ടു എവരിവൺ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. Yes, let's start. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് അമൽ റോയ്. അമൽ വൺ സ്റ്റൈലിലാണല്ലോ ജാക്കറ്റ്. ഓടി വരുമായിരുന്നു ഭയങ്കര സ്റ്റൈലില്. അതെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ സമയം കളയണ്ട, നമുക്ക് വേഗം റൗണ്ട്സിലേക്ക് കിടക്കാം. ഓക്കെ, റൗണ്ട്സ്. ഏത് സോങ് ആ മോനെ പാടാൻ പോന്നെ? ഞാൻ റോ എന്ന ഫിലിമിലെ സൂരജ് ദുബായ് എന്ന് പറഞ്ഞ എനിക്ക് ഒന്നുകൂടി ആ സ്റ്റൈലിൽ ഒന്ന് പറയൂ, ഒന്നുകൂടി പറയൂ. സൂരജ് ദുബായ് ബായ് അല്ല, ദുബായ്. അങ്ങനെ കറക്റ്റ് ആയിട്ട് പോരട്ടുണ്ട്. കറക്റ്റ്, ഇപ്പോഴാണ് ശരിയായത്. അപ്പൊ എന്തായാലും വളരെ എന്താ പറയാ, ഫ്രഷ് ഹിറ്റ്സിൽ വളരെ സൂപ്പർ ഹിറ്റ് ആയ സോങ് തന്നെയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായി പെർഫോം ചെയ്യൂ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. मतलबी हो जा जरा मतलबी, दुनिया की सुनता है क्यों, खुद की भी सुन ले कभी. मतलबी हो जा जरा मतलबी, दुनिया की सुनता है क्यों, खुद की भी सुन ले कभी. कुछ बात गलत भी हो जाए, कुछ तेरी दिल भी खो जाए, बेफिक्र धड़कन इस तरह से चले, शोर गूंजे रहा से वहाँ. सूरज डूबा है और धूप नशे के मारो रास्ते भुला दो सारे घर बार के. सूरज डूबा है और धूप नशे के मारो गम तम भुला दो सारे संसार के. Me for anything, can give you everything. रास्ते भुला दो सारे घर बार के. Ask me for anything, can give you everything. गम तुम भुला दो सारे संसार के.
ഒരു പവർ പാക്ഡ് പെർഫോമൻസ് ഒക്കെ ആയിരുന്നല്ലോ. ആ ലാസ്റ്റ് ഉണ്ടായിരുന്നത് പോസ്റ്റ് ആയിരിക്കും അതൊരു സ്റ്റെപ്പാണ്. സ്റ്റൈൽ ഒരു ആയിരുന്നു സ്റ്റെപ്പ് അതെ ആയിരുന്നു. എങ്ങനെ സ്റ്റെപ്പ് ഒന്നുകൂടി കാണിച്ചു അല്ല അത് ഇനി ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട്? അല്ല അതിഞ്ഞ് വരൂല ഏ? അതിഞ്ഞ് വരൂല അതിന് വേണ്ടിയിട്ടാണ്. അല്ല അതിഞ്ഞ് വരൂല ഇനി വരൂല. ഓ അത് ശരി. അപ്പൊ ഓൺ ദി സ്പോട്ട് അതെങ്ങനെയൊക്കെയോ വന്നതാ എന്തായാലും ലാസ്റ്റ് സ്റ്റെപ്പോ? ലാസ്റ്റ് ഒരു പുതിയ സ്റ്റെപ്പ് കണ്ടുപിടിച്ചോ. പെട്ടെന്ന് ഇങ്ങനെ എങ്ങനെയൊക്കെയോ സ്റ്റെപ്പാണ്. വന്നതാ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വന്നതാണ് അതെ. രജത്ത് പിന്നെയും ഇനി പറയുന്നത് കിട്ടില്ല. ചെയ്യാൻ. അപ്പൊ എന്തായാലും യെസ്. അപ്പൊ ഈ റോയ് പെർഫോമൻസിന് സ്റ്റീഫൻ ചേട്ടാ കമാൺ. അമൽ റോയ്, റോയിലെ പാട്ടൊക്കെ എടുത്ത് വന്ന് തകർക്കാൻ വേണ്ടി വന്നാണല്ലേ? തകർത്തറ നീ. അവസാനം നിലവും തകർത്തു. നിലവും തകർത്തുന്ന്. വലിയതെന്തോ വരാനുള്ളത് ഇങ്ങനെ തെന്നിപ്പോയിന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അല്ലല്ല, ഞങ്ങളൊരു സ്റ്റെപ്പ് ഇട്ടതാണ്. അല്ല സ്റ്റെപ്പ് ഇട്ടതാണ്. അതൊരു പുതിയതൊരു സ്റ്റെപ്പാണ് അതാ. അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്നുകൂടി കാണിക്കണം. അതിഞ്ഞ് വരൂല ഇനി വരൂല. അത് ശരിയാ, പുതിയ സ്റ്റെപ്പ് പഠിക്കാന്ന് പറഞ്ഞാൽ വരത്തണ്ടേ? അതായത് ഒരു എങ്ങനെയൊക്കെയോ ഭയങ്കര വാല്യൂബിൾ ആണ് ഒരു പ്രഷർ കാണിക്കാൻ പറ്റും. സ്പോട്ട് ചെയ്താണ് സ്റ്റീഫ. ഏ? അപ്പൊ ചെയ്തതാണത്. ഇംപ്രോവൈസ് ചെയ്താണല്ലേ? ഗോൾഡൻ സ്റ്റെപ്സ് ആർ നോട്ട് ടു ബി റിപ്പീറ്റഡ്. നീ അധികം ഇംപ്രോവൈസ് ചെയ്യല്ലേ? അമാൽ മാലിക് അല്ലേ മ്യൂസിക് ഡയറക്ടർ? അമാൽ മാലിക് ആരെന്നറിയോ ചേച്ചി? അനു മാലിക്കിന്റെ ചേട്ടൻ ഡബ്ബു മാലിക്, ഡബ്ബു മാലിക്കിന്റെ മകൻ. ഭയങ്കര സൂപ്പർ ഹിറ്റ് മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഇത് പ്രത്യേകിച്ച് അർജിത് സിംഗ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ അവിടെ ബോളിവുഡിലൊരു സെൻസേഷനാണ്. അതിലത്തെ ഒരു വൺ ഹിറ്റാണ് ഈ പാട്ട്. ഭയങ്കര സൂപ്പർ ഹിറ്റാണ് ഈ പാട്ട്. ഹോൾ ആൽബം ഭീകര ഹിറ്റാണ്. ഭയങ്കര ഹിറ്റാണ്. അതും എല്ലാതും അർജിത് സിംഗിനെ പാടിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം പാടിയിരിക്കുന്നത്. ഞാനവിടെ സ്ഥിരം ഈ റേഡിയോയിൽ ഈ പാട്ട് വരാറുണ്ട്. പിന്നെ അർജിത് സിംഗിൻ്റെ ഫാസ്റ്റ് സോങ്സ് അത്രയും ഇല്ല, സ്ലോ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ. അപ്പോൾ ദിസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഹിറ്റ് ഓഫ് അർജിത് സിംഗ്. അങ്ങനെയാണ് അവിടെ വരുന്നത്. സോ കൊടുന്നതിൽ താങ്ക് യു. അധികം മലയാളികൾ കേൾക്കാൻ വഴിയില്ലാത്തൊരു പാട്ടാണ്. പോരാത്ത മ്യൂസിക് ഡയറക്ടർ വളരെ യങ് ആണ്. അപ്പോൾ കൊണ്ടുന്നു ചില പിച്ചുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മനസ്സിലായി. പക്ഷെ ആ പാട്ട് കൊണ്ടുന്നു. പിന്നെ ആ ഒരു ത്രസ്റ്റ് ഉണ്ട് ആ പാട്ടിൻ്റെ. അത് കാരണം അതൊരു ശക്തമായ മെയിൽ വോയിസിൽ അങ്ങനെ ഹെവി ആയിട്ട് പാടുന്നൊരു പാട്ടാണ്. നിനക്ക് ആദ്യം ലോ വന്നു, പിന്നെ ഹൈ വന്നപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും യു ട്രൈഡ് യുവർ ബെസ്റ്റ്. താങ്ക് യു അമൽ ഫോർ ബ്രിങ്ങിങ് ദ സോങ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പിന്നെ കൊറിയോഗ്രാഫി ഒന്നും പറയണ്ട, അത് പറയാൻ വേണ്ടി ഇതാ ഇരിക്കണു. താങ്ക് യു അമൽ റോയ്. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. രമ്യ, അമൽ റോയ് എന്തായിരുന്നു? ഞാൻ ഒന്നും ചോദിക്കില്ല കേട്ടോ ലാസ്റ്റ് പോസിനെ കുറിച്ചിട്ട്. എന്തായിരുന്നു പക്ഷെ അത്? ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തായാലും എന്തോ ഒരു curiosity. അതിന്റെ അതെങ്ങനെ- ചെറിയ എങ്ങനെ സംഭവിച്ചു? അതല്ല, അതിന്റെ ചെറിയൊരു സംഭവം ഡെമോ പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തന്നു. പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അമൽ എനർജി കുറച്ചും കൂടെ ഒക്കെ ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു ആ പാട്ട് പുതിയതാണ് മോനല്ലേ? ആദ്യം അങ്ങനെ മോൻ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്നൊരു പാട്ടല്ല. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പരിചയക്കുറവ് ആ പാട്ടിനോടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും മോനത് പഠിച്ച് മോനെ ഈ ഒരു പ്രായത്തിൽ അങ്ങനത്തെ ഒരു പാട്ട് പുതിയതായിട്ട് പഠിച്ച് അത് പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു മോനെ മാക്സിമം ജസ്റ്റിസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് പോരാ. നെക്സ്റ്റ് ടൈം ഇതിലും കിടുക്കനായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചു വരില്ലേ ഇങ്ങനത്തെ വ്യത്യസ്തമായ പോസുകളായിട്ട്? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സുജാത ചേച്ചി. അമൽ റോയ്, അമൽ പാടിയത് നോക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി. മേ ബി ഇവരൊക്കെ പറഞ്ഞ പോലെ മേ ബി എനർജി കുറച്ചും കൂടെ ആവാം. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, അമൽ റോയ് ഒരു നല്ല സിംഗറാണ്. ഇതിനു മുമ്പേ ഒരുപാട് പ്രൂവ് ചെയ്തു. ആൻഡ് ഇതിലും അങ്ങനെ തെറ്റുകൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പാട്ടിൻ്റെ ഒരു മെലഡിയോ അങ്ങനെ നോക്കാൻ, അങ്ങനെ എടുത്ത് പറയാനോ അങ്ങനെ ഏരിയാസ് ഒന്നും ഞാൻ കണ്ടില്ല. മേ ബി എനർജിയാണ് ഈ പാട്ടിൻ്റെ മെയിൻ ടോട്ടൽ ഫീൽ. അത് ആ ഒറിജിനൽ സോങ് കേട്ടാലേ നമുക്ക് ശരിക്കും കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് വാട്ട് എവർ മോൻ പാടിയത് കേൾക്കുമ്പോൾ എനിക്കിഷ്ടം. എസ്പെഷ്യലി നല്ലോണം അവരുടെ ഡാൻസേഴ്സിൻ്റെ കൂടെ നല്ല സിങ്ക് ഉണ്ടായിരുന്നു. മോൻ എഫേർട്ട് ഇട്ട് അവരുടെ കൂടെ സ്റ്റെപ്സ് പഠിച്ചു. ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് അവർക്കും പറഞ്ഞു കൊടുത്തു. ആ ഒരു കോൺട്രിബ്യൂഷനും കൂടെ ചേർന്ന് ഒരു താങ്ക്സ്. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ. അമൽ റോയിലെ പാട്ട് പാടി അമൽ റോയ്. മൈ ഗോഡ്. അല്ലല്ല, ഒരു കത്തി കിട്ടുമോ? ഇതിനും വലുത് കിട്ടൂല. ഇതിനും വലുത് കിട്ടൂല. എടാ നീ എന്താ ചിരിക്കാത്തത്? എനിക്കൊന്നും മനസ്സിലായില്ല. അതാണ് എനിക്ക് തോന്നി. അമൽ, ഈ പാട്ട് ഇങ്ങനെ പാടിയാൽ മതിയായിരുന്നോ? എങ്ങനെ പാടി? ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ പാടിയാൽ മതിയായിരുന്നോ അതോ വെച്ചാൽ എന്താണ് ഇങ്ങനെ പാടിയാൽ മതിയായിരുന്നില്ല അതോ ഇതും ഇങ്ങനെയും പാടാമെന്നാണോ? ഞാൻ നന്നായിട്ട് പാടി. ആഹാ.
അതാടാ മോനെ, അതാണ് വേണ്ടത്. അത് അത് തന്നെ ചോദിച്ചത്, നീ നന്നായിട്ട് പാടിയെന്ന് എനിക്ക് തോന്നണുണ്ടോന്ന്. അതങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ നിനക്ക്? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ലാത്തതുകൊണ്ട്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതൊന്നും അറിയില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ അവിടെ പോയി ഇരിക്കല്ലേ. ഈ പാട്ട് രമ്യ ചേച്ചി പറഞ്ഞ പോലെ കുറച്ചുകൂടെയും എനർജി വേണം. എന്നിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു. പക്ഷെ പാട്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് ഒരു എനർജി കുറവ് പോലെ ഉണ്ടായിരുന്നു. ഒരു ത്രോ, വോയിസിൻ്റെ ത്രോ. ആ പല്ലവി ജസ്റ്റ് ഒന്ന് പാടിക്കുക. അവിടെ നിന്ന് പാടാം. हो जा जरा मतलबी दुनिया की सुनता है क्यों, उसकी भी सुन ले कभी मतलबी हो जा जरा मतलबी. ഈ എനർജി എന്താ നേരത്തെ പാടാത്തപ്പോ? അതിനിടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഇടണ്ടല്ലോ, അതിന് ആ സ്റ്റെപ്പിന് നീ സ്റ്റെപ്പ് ഇടാൻ വേണ്ടി വന്നിരിക്കുന്ന, പാട്ട് പാടാൻ വേണ്ടി വന്നിരിക്കുന്ന? പാട്ടാണ്. ആ, എന്നാലല്ലേ സ്റ്റെപ്പ് അപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ സ്റ്റെപ്പ് മാത്രമായിട്ടാ സ്റ്റെപ്പ് ഡൗൺ ആവും മോനെ. ഇപ്പോൾ ഈ എനർജിയിൽ എന്താ പാടാത്തപ്പോ? ഇപ്പൊ നല്ല വോയിസിന് നല്ല നല്ല ഫുള്ളായിട്ടുണ്ടല്ലോ. പാട്ടും ആണ് മെയിൻ എന്തായാലും. ഓക്കെ, ഡാൻസ് ഞാനും ചെയ്യും പാട്ട് പാടിക്കൊണ്ടൊക്കെ. പക്ഷെ ആ പാട്ടിന് ഇഫ് യു ലൂസ് ദ പവർ ഓഫ് ദ തിങ്, ഹോൾ പെർഫോമൻസ്, ഡാൻസ് എന്ത് ചെയ്താലും ആർക്കും ഒരു എനർജി തോന്നില്ല. ആ പാട്ട് ഫുൾ ത്രോട്ടിൽ ഫുൾ എനർജിയിൽ പാടിയാലേ, അതിൻ്റെ കൂടെ കുറച്ച് ഡാൻസ് ചെയ്താലും മതി, അതങ്ങോട്ട് കൊണ്ടുപോകും വേറെ ലെവലിലേക്ക്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി രസമായിരുന്നു. പക്ഷേ നിന്റെ പാട്ടിൽ നീ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ആയിരുന്നു, കുറച്ചുകൂടി ഒരു പവർ കിട്ടിയായിരുന്നു അപ്പം. ഓക്കെ അമൽ റോയ്, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ വിജയൻ ചേട്ടനല്ല അമൽ റോയ്, ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ഏതൊന്നും പറയില്ല, എന്താണെന്നൊന്നും പറയില്ല. വലിയൊരു കൈയടി കൊടുക്കൂ. അപ്പോ അവസാനം വന്ന ആ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു കൊടുക്കണേ, അതൊക്കെ ആവശ്യം വരും. അതൊരു വെറൈറ്റി ആക്കാൻ വേണ്ടി അല്ലേ? വെറൈറ്റി ആക്കാൻ വേണ്ടി ആ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു. വേണം. എൻ്റെ പടത്തിന്റെ അവസാനം ഞാനത് ചെയ്തോളാം. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായി. ഞാനും എടുക്കും. ഞാനും എടുക്കും അടുത്ത സിനിമയില്. മാസ്റ്ററോട് ചോദിച്ചിട്ട് ഈ സ്റ്റെപ്പിനെ നമ്മൾ ഇത് അമൽ റോയ് സ്റ്റെപ്പ് എന്ന് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ എടുത്തു. ഇതിന് റോയൽറ്റി കൊടുക്കണം. അതെ. അപ്പൊ എല്ലാവരും കൈയടിക്കൂ. ഇവിടെ പാട്ടിന് വേണ്ടി വന്നു, പക്ഷെ ഒരു അമൽ റോയ് സ്റ്റെപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? സന്തോഷമായല്ലോ. ഇനി എല്ലാ പെർഫോമൻസിലും അത് വരുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും മാർക്കിലേക്ക് കിടക്കാം. യെസ്, സ്റ്റീഫൻ ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി? എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല, കാരണം അയാൾ പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചേച്ചി ഇനി കൂടുതൽ ചിന്തിക്കണ്ട, വേഗം അതെ നമുക്കൊരു 10-ൽ പിടിച്ചാലോ? കുറച്ച് ടൂ മച്ച് അല്ലേ? യെസ്, താങ്ക് യു. അപ്പോ വിജയ് ചേട്ടാ. 23.5. കുഴപ്പമില്ല, നല്ല മാർക്കാണ്. അപ്പോൾ നെക്സ്റ്റ് പെർഫോമൻസ് അടിപൊളിയായിട്ട് വരും. സെയിം സ്റ്റെപ്പ് അല്ലേ? വിത്ത് സെയിം സ്റ്റെപ്പ് അല്ല, അപ്പോ വേറെ അമൽ റോയ് സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ അമൽ റോയ് സ്റ്റെപ്സും കൂടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. കുന്നിമണിച്ചപ്പൂ തുറന്നിന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. ഈ ഒരു പ്രായത്തിൽ ഇത്രയും സീരിയസ് ആയിട്ടൊരു പാട്ടൊക്കെ പാടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് മോള് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ച് ഗോ ഗ്രീൻ, പ്ലാന്റ് മോർ ട്രീസ്. നമ്മൾക്കും അതേപോലെ വരുന്ന ജനറേഷനും ഒക്കെ അത് ഉപകാരപ്പെടും. Welcome back to Superstar Junior. So let's welcome our next contestant, Shivani. പൊക്കി പിടിക്കാൻ സഹായിക്കണോ?
ഇത് സുന്ദരി കുട്ടിയായിട്ടാണ് വന്നിരിക്കണേ. ഇതാരത്? അല്ല രമ്യ പുതിയതായിട്ട് രമ്യയോട് വേണമെങ്കിൽ പറയാം, ശിവാനി ഇങ്ങനെ വളരെ ക്യൂട്ടായിട്ട് ചിരിച്ച് എപ്പോഴും ചിരിക്കൂടൊക്കെ പോലെ പാവമായിട്ടുള്ളൊരു കുട്ടിയാണ്. പക്ഷേ അതൊരു 1.5 അതെ ശിവാനിയാണ്. അല്ലല്ല, അതൊരു 1.5 എന്താണ് മറ്റേ സ്ഥലം പ്രധാനമന്ത്രിയുള്ള സ്ഥലം അങ്കമാലിയാണ്. ശിവാനി കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ആ നമുക്ക് റൗണ്ട്സിലേക്ക് കിടക്കാം. റൗണ്ട്സ് ഏത് റൗണ്ടാ മോളെ ചൂസ് ചെയ്യണേ? മാജിക്കൽ കോമ്പിനേഷൻ. സോ ശിവാനി, മാജിക്കൽ കോമ്പിനേഷൻ റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? കുന്നിമണി ചെരുപ്പ് തോന്നുന്നു. ഓഹോ, കുഞ്ഞിമണി ചെപ്പിൽ നിന്നുള്ള പാട്ട് തീർച്ചയായും റിയലി മാജിക്കൽ ആണ്. ഏതാ സിനിമ അറിയോ മോൾക്ക്? സിനിമ അറിയില്ല. പാട്ട് പൊന്മുട്ടയിടുന്ന താറാവ് കണ്ടുണ്ടോ? ഇതിന്റെ വീഡിയോ കണ്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്ന സിനിമയില് സത്യനന്ദിക്കാട് സാറിന്റെ സംവിധാനത്തിൽ ജോൺസൺ സാർ, ONV സാർ, KS ചിത്ര ചേച്ചി, അതിൽ അഭിനയിച്ചവരും എല്ലാവരും എന്താ പറയുക, ഒരു മാജിക്കൽ കോമ്പിനേഷൻ ഫിലിം, മാജിക്കൽ കോമ്പിനേഷൻ പാട്ടാണ്. അപ്പൊ ഈ മാജിക്കൽ കോമ്പിനേഷൻ ഇവിടെയും കൊണ്ടുവരണം. ഓക്കെ ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുന്നിമണി ചെപ്പു തുറന്നെന്നി നോക്കും നേരം പിന്നിൽ വന്നു കണ്ണു പൊത്തും തോഴനെങ്ങു പോയി. കാറ്റു വന്നു പൊന്മുളതൻ കാതിൽ മോളും നേരം കാത്തു നിന്ന തോഴനെന്നെ ഓർത്തു പാടും പോലെ.
ഭയങ്കര ഇഷ്ടമായി മോളെ. പാടിയത് നല്ലായിരുന്നു, കാരണം ഭാവമൊക്കെ നല്ലായിരുന്നു. എസ്പെഷ്യലി ആ ചരണത്തിന്റെ സെക്കൻഡ് പോർഷൻ ഭയങ്കര രസമായിരുന്നു. നിത്തോ നിത്തോ നെല്ലിച്ചോറ് നെയ് മണക്കും കത്തിരിക്ക നേത്ത് വച്ച മീൻ കുഴമ്പ് എന്നെ ഇഴുക്കുതയ്യാ നെഞ്ചുക്കുള്ള அந்த നനപ്പ് വന്ന് മയക്കുതയ്യാ. അഭിരാമിക്ക് നല്ലൊരു ഒരു വ്യത്യാസമായ വോയിസ് ഉണ്ട്. അഭിരാമി പ്രൊഫഷണലിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല പാട്ടുകൾ കിട്ടുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ശിവാനിക്കുട്ടി. ഭയങ്കര സ്വീറ്റ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. അതെ രമ്യ, ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് 1.5 പെർഫോമൻസ് എന്ന് പറയാൻ കാരണം? ശിവാനിക്കുട്ടി, ചേച്ചി എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു കുട്ടികളുടേതായിട്ടുള്ള ഒരു കൗതുകം മോളുടെ പാട്ടിലുണ്ടായിരുന്നു. ഒരു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പ്രായത്തിൽ ഇത്രയും സീരിയസ് ആയിട്ടൊരു പാട്ടൊക്കെ പാടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് മോൾ ചെയ്യുന്നത്. അത് ഇമ്പോണാണ്. അതെനിക്ക് തോന്നുന്നു മോള് ഡെലിബറേറ്റ് ആയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടല്ല, മോളുടെ ഉള്ളിലുള്ള ഒരു കല, ആ ഒരു പാട്ട് സിംഗറാണ് ശരിക്കും പറഞ്ഞാൽ. അത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു മെച്ചേർഡ് ആകുമ്പോൾ മോൾ വേറൊരു ലെവൽ പെർഫോമർ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, മോൾ അറിയാതെ ഇത്രയും പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് എത്രയും പെർഫോം ചെയ്യും എന്ന് മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി. സോ കീപ് സിംഗിങ്. ഈ കുട്ടി സുന്ദരി കുട്ടിയായിട്ട് ഇനിയും പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, താങ്ക് യു. യെസ് സ്റ്റീഫൻ സ്റ്റീഫൻ ചേട്ടാ. ശിവാനി ചേട്ടാ എന്തൊരു പാവം തന്നെയല്ലേ? പാവാണോ? ആരെ, നമ്മുടെ ശിവാനിയോ? ആ ശിവാനിയോട് ചോദിച്ചേക്കാം, പാവാണോ? പറയല്ലേ എൻ്റെ അടുത്ത്. പാവാ തന്നെ പറയും. എന്തോ ഉണ്ടല്ലോ. അയ്യോ ഒന്നും പറയണ്ട, ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്ന എനിക്ക് പ്രശ്ന, എന്നെ ഭീഷണിയാവും ലൈഫിൽ. അതുകൊണ്ട് വേഗം കമന്റ്സിലേക്ക് രജിത്തിന്റെ ഹെൽത്തിന് പ്രശ്നം. അതെ. ഓ അങ്ങനെയാണോ? അയ്യോ ഇത്രയും പോകുന്ന കുട്ടി ഇത്രയും പോകുന്ന നിന്നെ അതല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഉടനെ തന്നെ കാല് പിടിച്ചു. കാലുകൊട്ട് നമ്മളൊക്കെ വിചാരിക്കേണ്ട അപ്പുറത്ത് അതുക്കും മേലെയാണ്. ചുമ്മാ ആ, ചുമ്മാ. ചുമ്മാ അതിലല്ലേ ഉണ്ട് അതില്. അതെ അതെ. ഓക്കെ ശിവാനി, ചേട്ടാ എനിക്ക് നല്ല ഇഷ്ടമായി പാട്ട് കേട്ടോ. നന്നായിട്ട് പാടി, നല്ല ഇതെല്ലാം ഫീലെല്ലാം നല്ല കൊടുത്ത്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. പാട്ട് മാത്രമല്ല, ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ അതിഗംഭീരമായിട്ടാണ് ജോൺസൺ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുലികൾക്കൊന്ന് കൈകൊട്ടി എന്ത് രസമായിട്ട് അവർ ചെയ്തു. സൂപ്പറായി വായിച്ചു എല്ലാവരും. സോ അത് ആ കറക്റ്റ് ഫീല് എനിക്ക് കിട്ടി. നല്ലൊരു ഇതുണ്ടായിരുന്നു. പിച്ചിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലൈവ് പാടുമ്പോൾ എപ്പോഴും അങ്ങനെയല്ല, ഇത്രയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ പാടുമ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ പോരായ്മകളുണ്ടാവും. പിന്നെ ആ ഒരു ക്യൂട്ട്നെസ്, നേരത്തെ രമ്യ പറഞ്ഞ മാതിരി ആ ക്യൂട്ട്നെസ് ആ പാട്ടിൽ നല്ലതായിട്ടുണ്ടായിരുന്നു. സോ കുറേ കാര്യങ്ങളൊക്കെ കവറപ്പായി പോയി അതിൽ. അപ്പോൾ നന്നായി പാടി കേട്ടോ. ഇനിയും നന്നായിട്ട് നല്ല നല്ല പാട്ടുകൾ കൊണ്ടുപോവാ ശിവാനി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ശിവാനി നല്ലോണം പാടി മോളെ. ജോൺ ചേട്ടൻ്റെ ഫോക്ക് സോങ്സ് ഭയങ്കര ഫേമസ് ആണ് എപ്പോഴും. അതിൽ ഒരു ടിപ്പിക്കൽ ഒരു മലയാളി മണമുള്ള ഗാനമാണിത്. അസലായി പാടി. എനിക്ക് സ്റ്റീഫൻ ചേട്ടൻ അങ്കിൾ പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് പിച്ച താഴെ ഒരു ഹാഫ് നോട്ട് കുറച്ച് നോക്കൂ. ഇത് ചരണം പാടൂ. ആറ്റിറമ്പിൽ പൂവുകൾ തൻ ഘോഷയാത്രയായി പുത്തിറങ്ങി പൊൻവേലിൻ കുങ്കുമപ്പൂ നീളെ താരരാരെ അടുത്തല്ല പാടൂ. ആവണി തൻ തേരിൽ നീ വരാഞ്ഞതെന്ത് ഇന്നും നീ വരാഞ്ഞതെന്ത്. ഇപ്പൊ പാടിയത് കുറച്ച് ഡള്ളാവും. മോള് എടുത്ത ശ്രുതി തന്നെ കറക്റ്റാണ്, കാരണം അല്ലെങ്കിൽ സോങ് ഇരുന്ന് പോവും. പക്ഷേ കുറച്ചൊരു ഒന്ന് സ്ട്രഗിള്, ശ്രുതി എത്താതെ അങ്ങ് ഒരു പൊട്ടി ഇങ്ങനെ താഴെ നിന്നിരുന്നു. ഒരു ശ്രുതി ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ടൊരു മിസ് ചെയ്യുന്നുണ്ടോന്ന് ചുമ്മാ ചോദിക്കുക. തോന്നിയില്ല? ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. എന്തായാലും നീ നന്നായിട്ട് പാടി. പക്ഷെ ജസ്റ്റ് ഒരു പക്ഷെ അതൊരു ഈ പറഞ്ഞ പോലെ വലിയ കുറ്റമായിട്ടൊന്നുമല്ല പറയണം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ കോഡ് കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. നിങ്ങൾക്കിപ്പോൾ അതൊന്നും അറിയില്ല എന്നാണ് അത്. പക്ഷെ നിങ്ങൾ ആ ഒരു എന്തോ ഒരു ഇൻബോൺ ഇതിലിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതങ്ങനെ പോട്ടെ. പക്ഷെ ഈ കീബോർഡിൽ ചേട്ടൻ കോഡ്സൊക്കെ വായിക്കുമ്പോഴത്തേക്കും അതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ, ഈ മോണിറ്ററിൽ പാടുന്നതിൻ്റെ കൂടെ തന്നെ അത് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
താങ്ക് യു ചേട്ടാ. ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനൊരു തെറ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ. പാടിയത് നല്ലായിരുന്നു, കാരണം ഭാവമൊക്കെ നല്ലായിരുന്നു. എസ്പെഷ്യലി ആ ചരണത്തിൻ്റെ സെക്കൻഡ് പോർഷൻ ഭയങ്കര രസമായിരുന്നു. ഇപ്പം മോള് പാടിയില്ലേ താഴെ, ആ സ്ഥലമൊക്കെ ഭയങ്കര രസമായിട്ട് പാടി. ഇനിയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇനിയും മുന്നോട്ട് പോവാം, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു ചേച്ചി. ചേച്ചി പറഞ്ഞ മാതിരി ഇത് ജോൺസൺ മാസ്റ്റർ ഫോക്ക് നമ്പർ അല്ലേ, ഇപ്പം അധികം യൂസ് ചെയ്യാത്ത, പക്ഷേ പണ്ട് രാജാ സാറ് മുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ്, ഈ ഫോക്ക് പാട്ടുകളിൽ വരുന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് ഗഡശിങ്കാരി. ഇപ്പം എല്ലാവരും തബല ഡോലൊക്കെ യൂസ് ചെയ്യും, പക്ഷേ ഗഡശിങ്കാരി യൂസ് ചെയ്യില്ല. സുനിലേട്ടാ ഒന്ന് കേൾപ്പിക്കോ? യെസ്. അതൊരു തമിഴ് ഫോക്ക് ഇൻസ്ട്രുമെൻ്റ് ആണത്, ഗഡശിങ്കാരി. അത് വായിക്കുമ്പോൾ അങ്ങനെ അമർത്തിയിട്ട് അത് വായിക്കുക, ഭയങ്കര രസമാണ്. രാജാ സാറിൻ്റെ പാട്ടിലൊക്കെ ഗഡശിങ്കാരി. താങ്ക് യു സുനിലേട്ടാ. താങ്ക് യു സുനിലേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ യെസ്, നല്ല കമൻസ്. അപ്പം ഇനി മാർക്സ്, നല്ല കമൻസ് പോലെ നല്ല മാർക്സും ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ യെസ്, സുജാത ചേച്ചി. യെസ്, സുജാത ചേച്ചി 8 marks. യെസ്. വിജയ് ചേട്ടാ കമോൺ. Yes, so Stephen Jetta. 8 on 10, so 24. എന്താ ചിരി, മതി, ഹാപ്പി ആയി അല്ലേ? അപ്പോ നമുക്ക് ഇനി അടുത്ത പാട്ടിന് കാണാം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. நித்தோ நித்தோ நெல்லிச்சோறு நெய் மணக்கும் கத்திரிக்காய் நேத்து வச்ச மீன் குழம்பு என்ன இழுக்குதையா. മോളുടെ വോയിസ് ആണ് മോളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പോണ, കാരണം ടോട്ടലി ഡിഫറെൻറ്റ് വോയിസ് ആണ്. നമ്മൾ ഓരോരുത്തരും വിചാരിച്ച് ഗോ ഗ്രീൻ, പ്ലാന്റ് മോർ ട്രീസ്. നമ്മൾക്കും അതേപോലെ വരുന്ന ജനറേഷനും ഒക്കെ അത് ഉപകാരപ്പെടും. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. So next on stage, Abhirami. എന്തല്ലേ ഇതാരാണ് ഇതൊക്കെ സ്റ്റൈൽ ചെയ്തത്? അച്ഛൻ ചെയ്തത്, അച്ഛനും അമ്മയും കൂടി ചെയ്തതാ. അച്ഛനും അമ്മയും കൂടിയാണോ? ഭയങ്കര സ്റ്റൈൽ സെൻസ് ആണല്ലോ അവർക്ക്, നല്ല ഭംഗിന്റെ ആണ്. അതെ, കാബൂളിവാല കുറച്ച് കണ്ട് പഠിച്ചോളൂ. ആ റെഡി, അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം, റൗണ്ട്സിലേക്ക് പോവാം. ഏത് റൗണ്ടാ മോളെ? കോമിക് റൗണ്ട്. കോമിക് റൗണ്ടിൽ ഏത് പാട്ടാ നമ്മൾ പാടാൻ പോകുന്നത്? മുള്ളും മലരും പറഞ്ഞ ഫിലിമിലെ നിത്തം നിത്തം നെല്ലിച്ചോറ്. ശോ, മുള്ളും മലരും എന്ന് പറയുന്ന സിനിമ മോൾക്ക് അറിയോ? ഒരു ഭയങ്കര എന്താ പറയാ, ഒരു എവർഗ്രീൻ മൈൽ സ്റ്റോൺ സിനിമ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു സിനിമയാണ്. ഇതേ സിനിമ മലയാളത്തിലുണ്ട്, അതിലൊരു കോമിക് പാട്ടുണ്ട്, അതറിയോ മോൾക്ക്? അറിയില്ല? ഇതിന്റെ മലയാളം സിനിമ വേനലിൽ ഒരു മഴ. എന്ത് ക്ലിയർ ആയിട്ട് ചേച്ചി പറഞ്ഞു, ശ്രദ്ധയോടുകൂടി. അതെ, കുറെ പേര് ഈ ശ്രദ്ധയില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ഈ കാണുന്നവര്, അപ്പൊ അവർക്ക് വേണ്ടിയാണ് ഇത് എടുത്ത് ഇങ്ങനെ പറഞ്ഞത്. ചേച്ചി തന്നെ അതിന്റെ പാട്ടും അത് ഏത് പാട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മോള് പാടാൻ നിത്തം 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 നെല്ലിച്ചോറ് നെയ് മണക്കും കത്തിരിക്ക എന്ന് പറഞ്ഞ പാട്ടാണ്. അതിന്റെ മലയാളം ഏതായിരിക്കും? ആഹാരത്തിനെ പറ്റി ഒരു ഫേമസ് പാട്ടുണ്ടല്ലോ, അയല പൊരിച്ചതുണ്ട് കരിമ, അതാണ്. അതാണ് സ്റ്റീഫന്റെ ഫേവറേറ്റ് മീൻ. അതെ, യെസ്. എന്റെ തലയിലാ. അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് എന്തെങ്കിലും കണ്ട് ആസ്വദിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിത്തോ നിത്തോ നെല്ലിച്ചോറ് നെയ് മണക്കും കത്തിരിക്കായ്. നിത്തോ നിത്തോ നെല്ലിച്ചോറ് നെയ് മണക്കും കത്തിരിക്കായ്. நேத்து வச்ச மீன் குழம்பு என்ன இழுக்குதையா. நெஞ்சுக்குள்ள அந்த நினப்பு வந்து மயக்குதையா. பச்சரிசி சோறு உப்பு கருவாடு சின்ன மண் ஒரு வாய்க்கா சேலு கண்ட
போட்டு பருப்பு வடை சேர்த்து பக்குவத்தை பார்த்து ஆக்கி முடிச்சாச்சு. சிறுகால வறுத்தாச்சு, பதம் பார்த்து எடுத்தாச்சு. கேழ்வரகு கூழுக்கது ரொம்ப பொருத்தமையா. தினம் பிடிச்ச உடம்பு இது ரொம்ப பெருக்குமையா. நித்தோ நித்தோ நெல்லிச்சோறு, நெய் மணக்கும் கத்திரிக்காய், நேத்து வச்ச மீன் குழம்பு என்ன இழுக்குதையா. நெஞ்சுக்குள்ள அந்த நினப்பு வந்து மயக்குதையா. பழையதுக்கு தோதா புளிச்சிருக்கும் மோரு, பொட்டுக்கல்ல தேங்காய் போட்டரைச்ச துவையலு, சாம்பார் வெங்காயம் சலிக்காது தின்னாலும் அதுக்கு இட உலகத்தில் இல்லவே இல்லை. அள்ளி தின்ன எனக்கு இன்னும் மலுக்கவே இல்லை. இத்தனைக்கும் மேல் இருக்கு நெஞ்சுக்குள்ள ஆசை ஒண்ணு. சூசகமா சொல்ல போறேன் பொம்பளதாங்க. சூடாக இருக்கிறப்போ சாப்பிட வாங்க. நித்த நித்த நெல்லிச்சோறு, நெய் மணக்கும் கத்திரிக்காய், நேத்து வச்ச மீன் குழம்பு என்ன இழுக்குதையா. நெஞ்சுக்குள்ள அந்த நினப்பு வந்து மயக்குதையா. நெஞ்சுக்குள்ள அந்த நினப்பு வந்து மயக்குதையா. അഭിരാമിക്കുട്ടി അഭിരാമിക്കുട്ടി നന്നായി പാടി. താങ്ക് യു. എക്സ്പെക്ട് ചെയ്ത് ആ നിൽക്കാന്ന് അതെ എന്താ ഇനിയിപ്പോ നമുക്ക് മാർക്സും കമന്റ്സിലേക്കും കടന്നാ മതി. ആ. യെസ് സ്റ്റീഫൻ ചേട്ടാ. അഭിരാമി, സാർ. എനിക്ക് ഞാൻ അധികം എന്നെ സാറെന്ന് ചേട്ടാന്ന് വിളിച്ചോ? ചേട്ടാ. ആ, അപ്പോൾ അതിലൊരു ആഡ്ലിബ് മാതിരി പാടുന്നുണ്ട്. അത് അങ്ങനെ അങ്ങനെ തന്നെയാണോ അതിൻ്റെ ഒറിജിനൽ? അങ്ങനെ തന്നെയാണ് പാടുന്നല്ലേ? അത് പാടണത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു താളത്തിൻ്റെ ഇടയ്ക്ക് ആഡ്ലിബ് പാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രസൻറ്റേഷൻ വാസ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സാർ. പിന്നെയും സാറിനായില്ലോ. ആ, താങ്ക് യു ചേട്ടാ. കുഴപ്പമില്ല കുഴപ്പമില്ല, ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ ഒരു ഡിഫറെൻറ്റ് വോയിസ് എനിക്ക് എപ്പോഴും അഭിരാമിയോട് പറയാനുള്ളത്, എനിക്ക് അഭിരാമിക്ക് ഒരു വ്യത്യാസമായ വോയിസ് ഉണ്ട്. അഭിരാമി പ്രൊഫഷണലിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല പാട്ടുകൾ കിട്ടുമെന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം നല്ല ഒരു സാധാരണ കേൾക്കാത്ത ഒരു ഡിഫറെൻറ്റ് വോയിസ്. കാരണം ഈ പാട്ട് ഒറിജിനലി ചിലപ്പോൾ ഇങ്ങനത്തെ ടോണിലല്ല പക്ഷെ പാടിയിരിക്കുന്നത്. പക്ഷേ അഭിരാമിയുടെ വോയിസ് വന്നപ്പോൾ ഒരു ഡിഫറെൻറ്റ് പാനി എനിക്ക് തോന്നി. അപ്പോൾ ദാറ്റ് ഈസ് എ ഗുഡ് സൈൻ ഓഫ് എ ഗുഡ് സിംഗർ. ഓക്കെ, അപ്പം ഞാൻ ടെക്നിക്കാലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ച് ട്രെയിൻ ചെയ്ത് നല്ലൊരു പ്രൊഫഷണൽ പാട്ടുകാരി ആയാൽ അഭിരാമി ഒരു വേറിട്ട് നിൽക്കുന്ന സിംഗറാവും. ഓക്കെ, സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം കോമിക് റൗണ്ടിൽ ഇതിൻ്റെ മലയാളമായിട്ട് വാ. ഓക്കെ, ടാറ്റാ. താങ്ക് യു ചേട്ടാ. രമി ചേച്ചി. ഹൗ വാസ് ദിസ് ഹായ് കോമിക് റൗണ്ട്? അഭിരാമി നല്ല പ്രസൻറ്റബിൾ ആണ്. അതാണ് എനിക്ക് ഏറ്റവും തോന്നിയത്. ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ്, ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നല്ല പ്രസൻറ്റബിളായിട്ട് നിൽക്കണം. അത് നന്നായിട്ട് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ട് നല്ലതാണ്. ഈ പറയുന്ന നല്ലൊരു ടെക്സ്ചറുള്ളൊരു വോയിസ്, നല്ലൊരു ടെക്സ്ചറാണ്. പിന്നെ കുറച്ച് എനിക്ക് മുഴുവനായിട്ട് എന്തോ ഒരു ആസ്വദിക്കാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും മോള് ബേസിക്കലി ഭയങ്കര ടാലൻറ്റഡ് ആയത് കാരണം അതൊക്കെ വേറിട്ട് നിന്നു. കുറച്ചും കൂടെ എന്തോ സംതിങ് വാസ് മിസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിരാമി ഇപ്പോൾ ഇതിനു മുമ്പ് നടന്ന് ഭയങ്കര എനർജിയും ഭയങ്കര പ്രസരിപ്പുള്ളൊരു കുട്ടിയാണ്. ആ ഒരു പ്രസരിപ്പ് എനിക്ക് തോന്നുന്നു എവിടെയോ ഒന്ന് മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് അടുത്തതിൽ അടിച്ചു പൊളിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഒന്ന് ഓക്കെ എന്ന് പറഞ്ഞേ. ഓക്കെ. കുറച്ചുകൂടെ ഓർക്കെ? ഓക്കെ. കുറച്ചുകൂടെ ഓർക്കെ? ഓക്കെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. സുജാത ചേച്ചി. അഭിരാമി, സ്റ്റീഫൻ അങ്കിൾ പറഞ്ഞ പോലെ തന്നെ മോളുടെ വോയിസ് ആണ് മോളെപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ പോണത്. കാരണം ടോട്ടലി ഡിഫറെൻറ്റ് വോയിസ് ആണ്. ഇപ്പോൾ ഈ ചേച്ചിയുടെ പറഞ്ഞ പോലെ തന്നെ ഈ ചേച്ചി പാടാൻ ചേച്ചിയുടെ പ്രത്യേകത എന്താ കണ്ടത്? ചേച്ചിയുടെ ഡിഫറെൻറ്റ് വോയിസാണ്. നമ്മൾ യൂഷ്വൽ സിംഗേഴ്സ് ഷീ വാസ് സൗണ്ടിങ് സോ ഡിഫറെൻറ്റ്. അതാണ് ഈ ചേച്ചിയുടെ സിംഗിങ്ങിൻ്റെ വിജയം. അപ്പോൾ അങ്ങനെ ഒരു വോയിസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് മോൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പാട്ട് ഇനിയും നന്നായി പാടാം. മോൾ ആക്ച്വലി ഈ പാട്ടിൻ്റെ എപ്പോഴും ഒരു ക്യാരക്ടറായിട്ട് മാറുന്ന ഒരു സിംഗറാണ്. മറ്റേ തരം പരം പം അതൊക്കെ ഭയങ്കര രസമായിരുന്നു മോള് പാടിയത്. ഇത് ഇപ്പം കുറച്ചും കൂടെ ആ ഒരു ഫോക്ക് എലിമെൻറ്റോ
എന്തോ ഒരു ഈ ചേച്ചി പറഞ്ഞ പോലെ എന്തോ ഒന്ന് മിസ്സിങ് ആയിരുന്നു. അത് മോള് കൊച്ചുകുട്ടിയാണ്. ഇനിയും കുറച്ചും കൂടെ പാട്ടൊക്കെ പഠിച്ച് ഒരുപാട് വെറൈറ്റി ഓഫ് സോങ്സ് പാടി കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദാറ്റ്. ഈ പാട്ടിന്റെ ഈ തമിഴ് പാട്ട് ആരാ സെലക്ട് ചെയ്തെന്നാ? അച്ഛനും രണ്ടുപേരുടെയും തലയിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്താണ് ആരും ഒരാളെ ഇത് ആരോ ഒരാളെ പറഞ്ഞത് രണ്ടുപേരെ ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി രണ്ടുപേരെ കുഴപ്പമില്ല. പക്ഷേ ഈ സോങ്ങിനെക്കാട്ടിലും ഇപ്പൊ ഐഡ പൊരിച്ചതുകൊണ്ട് പാടിയിരുന്നെങ്കിൽ പിന്നെയും കുറച്ചുകൂടെയും ഒരു കോമിക്കൽ ഫീൽ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഊട്ടിപ്പട്ടണം അതൊക്കെ അതാണ് കോമിക്കൽ എന്ന് പറയുന്നത്. ഇത് ഇസ് എ വെരി ഒരു ഫോക്ക് ജോൺറ സോങ് ആണ്. അപ്പം മോൾക്ക് സിനിമയില് കുറച്ച് കോമിക്കാണ് പാട്ട്, പക്ഷേ പാട്ട് വൈസ് നോക്കുമ്പോൾ അപ്പോൾ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ മോളപ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു കോമിക്കലായിട്ട് അതെന്നാ അതുപോലെ തന്നെ സിനിമയിലുള്ള പോലെ തന്നെ കാണിക്കേണ്ടിയിരുന്നു. എന്നാ ഇഫ് യു സെലക്ട് കോമിക്കൽ റൗണ്ട് അങ്ങനെ പറയുന്നുണ്ടായി പറയണേ. അതർവൈസ് യു സാങ് നൈസ്. പക്ഷേ ഈ സോങ്ങിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഒരു പെർഫോമൻസ് എന്നുള്ള ഇതിൽ കുറച്ചിങ്ങനെ ഡള്ളായി പോയത്. അല്ലാണ്ട് മോളുടെ സിംഗിങ് കൊണ്ടല്ല, മനസ്സിലായോ? സോ സോങ് യു ഷുഡ് ഓൾവേസ് സെലക്ട് സംതിങ് ലിറ്റിൽ മോർ ഒരു വിച്ച് ത്രോസ് യുവർ വോയിസ്. ഇതിപ്പോൾ ഇതിങ്ങനെ ഒരുമാതിരി ഇതായിട്ടുണ്ടായിരുന്നു എന്നുള്ളതല്ലാണ്ട് ഒരു നമുക്കിങ്ങനെ കേട്ടിട്ട് ഓഹ് വാവ് ഭയങ്കര രസമുണ്ടാകുന്ന അങ്ങനെ ഒരു ഫീൽ കിട്ടിയില്ല. പക്ഷെ മോളുടെ വോയിസിന് അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് മേക്ക് ഷുർ യു സെലക്ട് ദ റൈറ്റ് സോങ് ദറ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെയ്ത് കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് അതായിരുന്നു ഒരു പെർഫോമൻസ്, അതായിരുന്നു ഒരു പാട്ട്, എന്ത് രസമായിട്ട് പാടി, അങ്ങനെ ഇരിക്കണം. ഇതിപ്പോൾ പാടിയത് തെറ്റുകൊണ്ടല്ല, പക്ഷെ ആ പാട്ടിൻ്റെ ഒരു അത്രേ ഉള്ളൂ. ആ പാട്ടിന് മോൾക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സോ നമ്മുടെ കമന്റ്സ് ഒക്കെ കേട്ടു. Now on to the marks അല്ലേ? യെസ്. സോ സ്റ്റീഫൻ ചേട്ടാ. താങ്ക് യു. സോ സുജാത ചേച്ചി. So വിജയ് ചേട്ടാ. വിജയ് ചേട്ടാ. So 22.5 മാർക്സ് ആണ്. നല്ല മാർക്കാണ് അല്ലേ? ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്. വെരി ഗുഡ്. അപ്പൊ ഇനി അടുത്ത പെർഫോമൻസിന് കാണാം. അപ്പൊ അതുവരെയും ഓൾ ദി ബെസ്റ്റ്. സോ നമ്മുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ ഫൈനൽ സെഗ്മെന്റ് ദ ടോപ്പ് സ്കോറർ ശിവാനി with 24 marks. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻ ശിവാനി കുട്ടി. അപ്പൊ നമുക്ക് രമേശിനെ എന്ന ഗിഫ്റ്റ് വാങ്ങാം. ഓടി വരാം. Here's the top scorer for the day, Shivani with 24 marks. അപ്പോൾ ശിവാനി, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതേപോലെ ടോപ്പ് സ്കോർ ആവും അല്ലേ? യെസ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. All the best. താങ്ക് യു രമ്യ. അപ്പോൾ രമ്യ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. രമ്യയ്ക്കും അഞ്ജലിക്കും നമ്മുടെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ലോകത്തിലെ ഏത് നാട്ടിൽ പോയാലും എത്ര തണുപ്പുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാലും ശരി, ഇപ്പം എവിടെ പോയാലും ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ? ഭയങ്കര ചൂടാണ്. അതെ. അതിപ്പോൾ പറയാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് അറിയോ? ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ജൂൺ 5th വേൾഡ് എൻവയോൺമെന്റ് ഡേ ആണ്, ലോക പരിസ്ഥിതി ദിനം. യെസ്. സോ ഇതിനെ കുറിച്ച് എന്താണ് രമ്യക്ക് പറയുന്നത്? പരിസ്ഥിതി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ മോള് തന്നെ പറഞ്ഞു. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ ഈ ലോകത്തിന് എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? കാടുകൾ വെട്ടി കോൺക്രീറ്റ് കാടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അത് കോൺക്രീറ്റ് ആണ് നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും. അതിനനുസരിച്ച് അത് ബാലൻസ് ചെയ്യുന്ന പോലെ നമ്മൾ മരങ്ങളോ എല്ലാവരും ഇപ്പോൾ ഒരു ദിവസം നട്ടു അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരും വിചാരിച്ച് ഗോ ഗ്രീൻ, പ്ലാന്റ് മോർ ട്രീസ്. നമ്മൾക്കും അതേപോലെ വരുന്ന ജനറേഷനും ഒക്കെ അത് ഉപകാരപ്പെടും. നമുക്കിവിടെ നിന്ന് സംസാരിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളിപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു ഡിബേറ്റ് നടത്തുന്നു, വാഗ്വാദങ്ങൾ അതെല്ലാം സംഭവിക്കുന്നു. പക്ഷെ അത് അവിടെ വെച്ച് തീരുകയാണ്. അതൊന്നും അല്ലാതെ നമ്മളെല്ലാവരും, ഇപ്പം ഞാൻ സംസാരിക്കുന്നു, ഞാൻ ചെയ്യുന്നില്ല, ഞാനും ചെയ്യണം, നമ്മളെല്ലാവരും ചെയ്യണം. പുറത്തേക്ക് ഇറങ്ങൂ, കൂടുതൽ മരങ്ങൾ നടൂ, കൂടുതൽ തണൽ നമുക്ക് വരട്ടെ. തീർച്ചയായും. അപ്പോൾ ഈ ഒരു തണൽ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കാം. എന്തായാലും അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ കണ്ടസ്റ്റന്റ്സിന്റെ അതെ എല്ലാ ചുണക്കുട്ടികളും ചുണക്കുട്ടന്മാരുടെ ഒരു വളരെ സ്വീറ്റ് പെർഫോമൻസ് വിത്ത് റിഗാർഡ് ടു ദിസ് സെയിം തണൽ
Yes, തണൽ. പറഞ്ഞ സംഭവം. യെസ്. സോ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ എല്ലാ കണ്ടസ്റ്റന്റിനെയും ചെയ്യാം. സ്വാഗതം ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ വളരെ നല്ലൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ലോക പരിസ്ഥിതി ദിനത്തിനായി നമുക്ക് ഇവര് സമ്മാനിച്ചിരിക്കുന്നത്, കാഴ്ചവെച്ചിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എന്താ പറയുക, നമ്മുടെ ഭാരതത്തിനും നമ്മുടെ ഈ പറഞ്ഞ പോലെ ലോകത്തിനും വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറേ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളാണ് ഇവർ ഓർമ്മിപ്പിച്ചത് നമുക്ക്. തീർച്ചയായും നമുക്ക് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? അതായത് വെറും വാക്കുകളിലൂടെ മാത്രമല്ല, പ്രവൃത്തിയിലും വേണം. അതെ, തീർച്ചയായും. അപ്പോൾ നമ്മുടെ മക്കളിപ്പോൾ നല്ലൊരു പാട്ട് പാടി, ഈ ഒരു എനർജിയിൽ നമുക്ക് പോയി ഒരു വൃക്ഷത്തൈ നമുക്ക് പുറത്തുപോയി നട്ട് നമുക്കൊരു മാതൃകയാവാം, അല്ലേ? തീർച്ചയായും. അപ്പോൾ അമൃത TV സൂപ്പർ സ്റ്റാർ ജൂനിയർ ലീഗ് ഫ്ലോറിൽ നമ്മൾ ജഡ്ജസ്, കണ്ടസ്റ്റൻസ്, സെലിബ്രിറ്റി ഗസ്റ്റ് നമ്മളെല്ലാവരും ചേർന്ന് ഈ ഒരു ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇങ്ങനെയല്ല. വിജയ, ലുങ്കി എടുക്കുക. എടുക്കണോ ലുങ്കി? Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.